ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആ ഒരു ഫൈറ്റ് നടന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അനീഷ് ഇപ്പൊ ലൈവിന് അതിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ലൈവിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാത്ത പലരും ഉണ്ടാവും. അവരാണ് ഈ വിമർശിക്കുന്നതും ട്രോളുന്നതും ഒക്കെ. ഇത് പറയുമ്പോൾ നമ്മളെ PR ആക്കാനും നമ്മളെ വിമർശിക്കാനും ഒക്കെ ഒരുപാട് പേര് വരും. പക്ഷെ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. നിങ്ങളുടെ അഭിപ്രായമായിരിക്കില്ല എന്റെ അഭിപ്രായം. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കല്ല ക്യാമറ കോൺഷ്യസ്നസ് ഉള്ളത്, അതിപ്പോ തെളിഞ്ഞു. ക്യാമറ ഉണ്ടെന്നുള്ളൊരു ബോധം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റ ക്യാമറ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളത് ഞാൻ ഓർത്തത്. ഇവർക്കൊക്കെയല്ലേ ശരിക്കും ക്യാമറ കോൺഷ്യസ്നസ് ഉള്ളത്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് അറിയാം നല്ലപോലെ. പ്രത്യേകിച്ച് ഷാനവാസിനും അക്ബറിനും ഒക്കെ ഇവർക്കൊക്കെ അറിയാം എല്ലാ സ്ഥലത്തുനിന്നും ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഓർത്തത് എന്താണ്, റെഡ് ലൈറ്റ് കത്തുന്ന ആ ക്യാമറ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ഓർത്തത് എന്ന് അനീഷ് ആദിലയുടെ അടുത്ത് പറയുന്നുണ്ട്. ആദില നല്ല രീതിയിൽ തന്നെ ഇത് ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അനീഷ് പറയുന്നത് എന്താണെന്ന് നല്ല രീതിയിൽ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒരു നല്ല ലിസണർ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആദില ഇതില് പറയുന്നുണ്ട് അവര് വളച്ചൊടിക്കട്ടെ, ഇത് എല്ലാത്തിനും അനീഷാൻ റെസ്പോൺസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആദില വളരെ നല്ല രീതിയിൽ തന്നെ മെച്യൂർ ആയിട്ട് പെരുമാറുന്നുണ്ട്. അല്ലാതെ അവരെ പോലെ വെറുതെ കടന്ന് അക്ബറിനെയും ഷാനവാസിനെയും ഒക്കെ പോലെ വെറുതെ കടന്ന് തിളക്കിയല്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ തിളക്കുവല്ല. ഈ തിളപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നെവിൻ എപ്പോഴും ഈ തിളപ്പാണെന്ന് അനീഷ് പറയുന്നുണ്ട്. വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് നെവിൻ. അപ്പൊ നെവിൻ അനീഷിന് മുന്നിൽ കയറി നിന്നപ്പോ അനീഷിന് ഇറിറ്റേഷനായി മാറി നിൽക്കാനായിട്ട് പറഞ്ഞു എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതായിരുന്നു ലൈവ് അപ്ഡേറ്റ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും